ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ സമ്മ് എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. USS എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും അത് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എങ്ങനെയാണ് വരിക, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എങ്ങനെയാണ് വരിക, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എങ്ങനെയാണ് വരിക, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ക്ലാസ്സുകളുടെ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ USS എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാം. കാരണം കേരളത്തിലുള്ള USS എഴുതുന്ന കംപ്ലീറ്റ് വിദ്യാർത്ഥികളും അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും അവരെല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പഠിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, തൊട്ട് മുന്നേയുള്ള വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് 1+, 2+, 3+, 4+ എന്നിങ്ങനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫോർമുല നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. n × n+1/2 ആണ്. ഓക്കെ, n × n+1/2 ആണ്. എന്നാൽ ഇതേ സംഭവം തന്നെ ഞാൻ ചെറിയൊരു ഡിഫറൻസ് വരുത്തി. 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെ 1² 2², 3², 4² 5² എന്നിങ്ങനെ ഇനിയും അങ്ങോട്ട് കുറേ ആളുകളുണ്ട് അല്ലേ, ബാക്കിയുള്ള ആളുകളുണ്ടാവും. എന്നിട്ട് അവരുടെ സമ്മ് കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ വേറെ വെറൈറ്റി കൂടി കൊണ്ടുവരികയാണ്. 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് അവരുടെ ക്യൂബുകൾ കണ്ടു. ക്യൂബ്. ഓക്കെ, ക്യൂബുകൾ കണ്ടിട്ട് ആ ക്യൂബുകൾ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ട് കേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ മുന്നേ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്ത്, ജസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആണോ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരെയാണോ ആഡ് ചെയ്യുന്നത് അതാണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫോർമുലയിൽ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമ്മ് കിട്ടും. എന്നാൽ ഇവരുടെ സ്ക്വയറുകൾ 1², 2², 3², 4², 5² എന്നിങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകൾ കണ്ടിട്ട് ആ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആൻസർ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് n × n+1 × 2n+1/6 എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, n × n+1 ഓൾറെഡി ഇവിടെയുള്ള അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിൻ്റെ കൂടെ ഒരാളും കൂടി വരും, 2n+1 ആയിട്ട് വരും. ഇവിടുത്തെ ഡിനോമിനേറ്റർ 6 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും, ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർമുലാസ് ആദ്യം പറയാം. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അതൊന്നും കൂടെ ജസ്റ്റ് കണ്ട് ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് വേണം ഇതിലോട്ട് വരാൻ. അപ്പോൾ അടുത്തത് ക്യൂബുകളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങൾ നോക്കിയാൽ 1³ + 2³ + 3³ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് n × n+1/2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള അതേ ഫോർമുല എഴുതിയിട്ട് അതിനൊരു ഓൾ സ്ക്വയർ ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആൾക്കാരെ സ്ക്വയർ ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ഐഡിയ. റെഡി? അപ്പോൾ ഇതാ ഇവിടെ ഓരോരുത്തരുടെയും സമ്മ് കാണാനുള്ള ഫോർമുല ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 1² + 2² + 3² ഇങ്ങനെ പോയി 100² വരെ ഉണ്ടെന്ന് വിചാരിക്കാം. 100². അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 100. എത്ര പേരാണുള്ളത്? 100 ആളുകൾ അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവരുടെ സമ്മ് കാണാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാലോ. സം ഇസ് ഈക്വൽ ടു n × n+1 × 2n+1/6 ആണല്ലോ അവരുടെ സമ്മ് കാണാനുള്ള ഫോർമുല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് n 100 ആണ്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × ഓക്കെ, അടുത്തത് n+1 ആണ് അടുത്ത് വരിക. അപ്പോൾ എന്ത് വരും? 100+1 × അടുത്തെന്താ 2n+1. അപ്പോൾ 100 ആണ് n. അപ്പോൾ 2n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 100+1 എന്ന് വരും, all divided by 6. ഓക്കെ അല്ലേ? നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 100 അവിടെ ഉണ്ട്. ഇനിയോ 100+1 എന്തായിട്ട് മാറും? 101 ആയിട്ട് മാറും. ഇൻറ്റു 2 × 100 എന്താ, 2 × 100 എന്താ വരിക? 2 × 100 200 +1 വരുമ്പോൾ എന്ത് വരും? 201 ഡിവൈഡ് ബൈ എന്ത് വരും? 6. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? യെസ്. ഇനി
ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആദ്യം ഇവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100നെയും 6നെയും നിങ്ങൾക്ക് എന്ത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 2 വെച്ചിട്ട്. 100ൽ എത്ര 2 പോകും? 100ൽ 50 ടൈംസ് ആണ് 2 പോകുക. 6ലോ 3 ടൈംസ് പോകും. ഓക്കെ, ഇനിയോ 201നെയും 3യെയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 201 എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടേ പറഞ്ഞറിയോ? ഡിവിസിബിലിറ്റി റൂൾ ഉണ്ട്. എന്താ ഡിവിസിബിലിറ്റി റൂള്? നിങ്ങൾക്ക് ഈ 201ലെ ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ 201 3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 2 + 0 2, 2 + 1 3. അപ്പോൾ ഡിജിറ്റ്സിൻ്റെ സമ്മ് 3 ആണ്. അത് 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലേ? 3 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. സോ അതുകൊണ്ട് ആ നമ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിവിസിബിലിറ്റി റൂളുകൾ അറിയുമെങ്കിൽ കാൽക്കുലേഷൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓരോ നമ്പർ 3ക്ക് ഉണ്ട്, 9ന് 2ന് 5ന് ഇതിനൊക്കെ എന്തുണ്ട്? ഡിവിസിബിലിറ്റി റൂളുകളുണ്ട്. അപ്പോൾ ആ ഡിവിസിബിലിറ്റി റൂൾ അറിയെങ്കിൽ ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അയാളെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 വെച്ച് ചെയ്യാൻ പറ്റുമോ, 5 വെച്ച് ചെയ്യാൻ പറ്റുമോ, 9 വെച്ച് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നോക്കി പറയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 201നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 20ൽ 6 ടൈംസ് പോകും. 6 ടൈംസ് 3ന് 6 എന്ന് വരും, 18 എന്ന് വരും. 20ന് 18 പോയാൽ 2, 21, 21ൽ 7 ടൈംസ്. സോ 3 × 7 21 0 0. സോ ഇത് രണ്ടും 3യും 201 കട്ട് ചെയ്താൽ 67 എന്ന് വരും. 67. ഓക്കെ, സോ 50 × 101 × 67 എന്ന് വരും. എന്താ 50 × 101? നമ്മൾ മുന്നേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. 5 × 101 ചെയ്താൽ 505 ആണ്. അപ്പോൾ 50 ഇൻറ്റു ആകുമ്പോൾ ഒരു 0 കൂടി വരും, ഇൻറ്റു 67. ഓക്കെ, 5050 ഇൻറ്റു 67. ഓക്കെ, അപ്പോൾ എന്താ 505 ഇൻറ്റു 67 എന്നുള്ളത് നോക്കാം. 505 ഇൻറ്റു 67. ഓക്കെ, 7 × 5 35 ആണ്. ഒരു 3 ഉണ്ടാവും. 7 × 0 0 3 വരും. പിന്നെ വീണ്ടും 7 × 5 35 വരും. 6 × 5 33 3 വരും. 6 × 5 30. ഓക്കെ, സോ 5 3 8 3 3 എന്ന് വരും. ഓക്കെ, സോ 3 3 8 3 5 പിന്നെ ഒരു 0 കൂടി ഉണ്ടാവും അല്ലേ? കാരണം ഇവിടെ ഓൾറെഡി ഒരു 0 ഉണ്ട്. ഈ 0 നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ആ 0 ഇവിടെ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങളോട് ഇതേ സംഭവം തന്നെ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, 1 ക്യൂബ് + 2 ക്യൂബ് + 3 ക്യൂബ് പ്ലസ് എന്നിങ്ങനെ പോയിട്ട് 100 ക്യൂബ് വരെ ചോദിച്ചു. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ അവിടെ എൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? 100 ആയിട്ട് മാറി. പക്ഷേ ക്യൂബുകളുടെ സം ആണെങ്കിൽ കാണാനുള്ള ഫോർമുല സം = n × n + 1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്, ഇൻറ്റു n + 1 101 ബൈ 2 എന്ന് വരും. എന്താ 100ഉം 2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 50 ആണ് വരിക. 50 × 101 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു, 5050 എന്നാണ് വരിക. അയാളുടെ സ്ക്വയർ കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ 5050യുടെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താ 505ൻ്റെ സ്ക്വയർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു ആദ്യം. ഓക്കെ, 505ൻ്റെ സ്ക്വയർ എന്താണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. റെഡി? 5 × 5 എന്ത് വരും? 25. 2 വരും. 2 5 × 5 25. അടുത്ത് 0 0 0 ആണ് വരിക. അടുത്ത് വീണ്ടും ഇതേ വാല്യൂ തന്നെ വരും. 5 2 5 2. സോ 5 2 10 1 ഉണ്ടാവും. 5 5 2. ഓക്കെ, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ വരിക. ഓക്കെ, ഇത് 505ൻ്റെ സ്ക്വയറാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരേണ്ടത് തരാം 5050ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2 സീറോസും കൂടി എന്ത് വരും? അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. സോ ഇതായിരിക്കും അതിൻ്റെ സമ്മ് വരിക. സോ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ പിന്നീട് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. പക്ഷേ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു സീരീസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളത്, അതിൻ്റെ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഫോർമുലാസ്, ഈ 3 ഫോർമുലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n × n + 1 / 2 ആണ്. അത് സം ഓഫ് എന്ന് പറയുമ്പോൾ ആരാണ്? 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ആൾക്കാർ. അതേപോലെ വരുന്ന ആളുകളുടെ സ്ക്വയറിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n + 1 × 2n + 1 / 6 ആണ്. അതേപോലെ വരുന്ന ക്യൂബ് ആയിട്ടുള്ള ഓരോ ആളുകളുടെയും ക്യൂബ് കണ്ടിട്ട് സമ്മ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n + 1 / 2ൻ്റെ ഓൾ സ്ക്വയർ കണ്ടാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഫോർമുലാസ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.